കേരളത്തിൽ UDF അധികാരത്തിലേറിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള നീക്കങ്ങൾ സജീവമാക്കി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഹൈക്കമാൻഡിൽ നിന്ന് പച്ചക്കൊടി ലഭിച്ചാൽ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായ ഇരിക്കൂറിൽ നിന്ന് ജനവിധി തേടാനാണ് KC വേണുഗോപാലിന്റെ നീക്കം. എന്നാൽ KCയുടെ കടന്നുവരവിനെ ഒന്നിച്ചു പ്രതിരോധിക്കാൻ IA ഗ്രൂപ്പുകളും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് വിവരം. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് K സുധാകരൻ KC വേണുഗോപാലിനെ പിന്തുണച്ച് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ മറ്റു നിരവധി നേതാക്കളും KCയെ പിന്തുണച്ച് രംഗത്തെത്തിയതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച സമൂഹ മാധ്യമങ്ങളിലും ചൂടുപിടിച്ചു. ഇതോടെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള നേതാക്കളുടെ മുഖ്യമന്ത്രി ചർച്ചകളെ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിടിവലി തുടരുന്നതിനിടെ രമേശ് ചെന്നിത്തല നാളെ ഡൽഹിയിലെത്തും. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് വിവരം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പിന്നിൽ നേതാക്കളുടെ സംഘടിത നീക്കമോ? UDF അധികാരത്തിലെത്തിയാൽ സംസ്ഥാന നേതാക്കളെ വെട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തെത്താനാണോ KC വേണുഗോപാലിന്റെ നീക്കം? കാണാം RDX റാപ്പ്. ഹൈക്കമാൻഡ് പിന്തുണച്ചാൽ ഇരിക്കൂർ മണ്ഡലം വഴി നിയമസഭയിലെത്താനാണ് KC വേണുഗോപാൽ ലക്ഷ്യമിടുന്നത്. സിറ്റിംഗ് MLA സജീവ് ജോസഫ് KCക്കായി സീറ്റ് ഒഴിഞ്ഞു നൽകും. ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുമ്പോൾ തന്നെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം പ്രചാരണ രംഗത്ത് KC വേണുഗോപാൽ നിറഞ്ഞു നിന്നിരുന്നു. K സുധാകരൻ KC വേണുഗോപാലിനെ വാനോളം പുകഴ്ത്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോര് രൂക്ഷമായി. കേരളത്തിന് KCയെ പോലെ ഒരു ദീർഘദർശിയെ വേണമെന്നായിരുന്നു സുധാകരന്റെ പോസ്റ്റിന്റെ കാതൽ. അപകടം മണത്ത VD സതീശൻ അനുകൂലികൾ പോസ്റ്റിൽ കമന്റുകളുമായി എത്തി. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകളിൽ താൽപര്യമില്ലെന്ന് KC വേണുഗോപാൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. K സുധാകരൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള കാര്യമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. K സുധാകരന് പിന്നാലെ റോജി M ജോൺ, രമ്യ ഹരിദാസ്, അലോഷ്യസ് സേവ്യർ, ബിനു ചുള്ളിയിൽ, അരിത ബാബു തുടങ്ങിയവരും KCയെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചു. പോര് പരിധിവിട്ടതോടെ സാമൂഹ്യ മാധ്യമത്തിലൂടെയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന പരസ്യ അഭ്യർത്ഥനയുമായി മുതിർന്ന നേതാക്കൾ രംഗത്തെത്തി. RDX റാപ്പ്, ന്യൂസ് മലയാളം. ചില ഡേറ്റകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലെ മുഖ്യമന്ത്രി പോര് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. KC വേണുഗോപാലിനെ പിന്തുണച്ച് നിരവധി കോൺഗ്രസ് നേതാക്കൾ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നു. മുതിർന്ന നേതാവ് K സുധാകരനാണ് കൂട്ടത്തിൽ ആദ്യം പോസ്റ്റ് ഇട്ടത്. KC വേണുഗോപാലിന്റെ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ എന്ന വാക്കുകളോടെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. എന്നാൽ പോസ്റ്റിന് താഴെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന കമന്റുകളായിരുന്നു ഭൂരിഭാഗവും. ഇതിനു പിന്നാലെയാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കളും KCക്കായി പോസ്റ്റ് ഇട്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ സന്ദീപ് വാര്യർ, റോജി M ജോൺ, രമ്യ ഹരിദാസ്, പഴകുളം മധു എന്നിവർ KCയെ പിന്തുണച്ച് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. KCയുടെ രാഷ്ട്രീയ പാരമ്പര്യം അടക്കം നിരത്തിയായിരുന്നു പോസ്റ്റുകൾ. മറ്റൊരു സ്ഥാനാർത്ഥിയായ CR മഹേഷ് പോസ്റ്റ് ഇട്ടിരുന്നു എങ്കിലും ഏറെ ചർച്ചയായതോടെ പോസ്റ്റ് പിൻവലിച്ചു. ആലുങ്ക പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണ് എന്ന ചൊല്ലുപോലെ ആവാതിരിക്കട്ടെ കാര്യങ്ങൾ എന്നായിരുന്നു ആ പോസ്റ്റ്. യുവനേതാക്കളായ അലോഷ്യസ് സേവ്യർ, ബിനു ചുള്ളിയിൽ, അരിത ബാബു, വൈഷ്ണ സുരേഷ് എന്നിവരും KCക്കായി പോസ്റ്റുകൾ പങ്കുവച്ചു. ഇനി ചില പ്രതികരണങ്ങൾ കൂടി കാണാം. മുഖ്യമന്ത്രി പദവി പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്ന് KC വേണുഗോപാൽ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഫലം വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കണം. ചില മാധ്യമങ്ങൾ ഞാൻ വട്ടപൂജ്യമാണെന്ന് ചർച്ച ചെയ്തു എന്നും അവരാണ് തീരുമാനിക്കുന്നതെങ്കിൽ തീരുമാനിക്കട്ടെ എന്നും KC വേണുഗോപാൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നേതാക്കന്മാരെല്ലാം വളരെ ശാന്തരായിട്ടിരിക്കുകയാണ്. അതില്ലാത്തത് ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് എനിക്ക് അവരോടാണ് പറയാനുള്ളത്. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചർച്ച ചെയ്ത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്തതിനെക്കുറിച്ച് പ്രവർത്തകരുടെ വിഷമമില്ലേ? ഇല്ലേ? നമ്മൾ വട്ടപൂജ എന്നൊക്കെ പൂജ ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട്, വെയിറ്റ് ഫോർ ദ റിസൾട്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ടെന്നും വോട്ട് എണ്ണുന്നതിന് മുൻപുള്ള ഇത്തരം വിവാദങ്ങൾ അനാവശ്യമാണെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതിലേക്ക് കൂടി. ഇത് അനാവശ്യ വിവാദമാണ്. ഈ വിവാദത്തിനൊരു അർത്ഥവുമില്ല. അത് നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ, പ്രവർത്തകരുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. KC വേണുഗോപാലിനെ പിന്തുണച്ചുള്ള K സുധാകരന്റെ പോസ്റ്റിനെ തള്ളിക്കൊണ്ടായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. പോസ്റ്റ് അസമയത്തെന്നും പേരുകൾ പറയേണ്ട സമയമായിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും അത് പറയേണ്ട ഒരു സമയമായിട്ടില്ല. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം.
പറയേണ്ട വേദികളിൽ പറയേണ്ട സമയത്ത് പറയും. ഇപ്പോൾ അതിന് സമയമായിട്ടില്ല, അസമയത്താണ്. കാരണം 4-ാം തീയതിയിലെ ഫലം വരട്ടെ. ഫലം വന്നു കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന് വേദിയൊരുക്കും. ആ വേദിയിൽ പറയണം, പരസ്യമായിട്ടല്ല, മാധ്യമങ്ങളിലൂടെയല്ല, സോഷ്യൽ മീഡിയയിലൂടെയല്ല ഇത്തരം നിലപാടുകൾ വ്യക്തമാക്കണം. എന്നാൽ കെ സി വേണുഗോപാലിനെ പിന്തുണച്ചും വി ഡി സതീശനെ പരോക്ഷമായി തള്ളിയുമായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. പരിണത പ്രജ്ഞനായ കെ സിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യതയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് നയിക്കുന്നവർ തന്നെ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് പറയാൻ കഴിയില്ല എന്നും ദീപ്തി പറഞ്ഞു. ഏറ്റവും ശക്തരായ നേതാക്കളുള്ള കേരള നേതൃത്വം അതിൽ ഏറ്റവും ശക്തിയുള്ള അതിലൊരാൾ തന്നെയാണ് കെ സി വേണുഗോപാൽ. എന്താ സംശയം? അദ്ദേഹത്തിന് പറയാനുള്ള ചരിത്രപരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഔന്നത്യമുള്ള ഒരു പോസ്റ്റിലേക്ക് കേരളം സംഭാവന ചെയ്ത ഒരു കോൺഗ്രസ് നേതാവാണ്. പണ്ട് എ കെ ആന്റണിയെ പറ്റി നമ്മൾ പറയുമല്ലോ, കേരളം കേന്ദ്രത്തിന് സംഭാവന ചെയ്ത ഒരു നേതാവാണ് എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അതേസമയം ഹൈക്കമാൻഡ് പറയുന്നത് എന്തായാലും അംഗീകരിക്കുമെന്നും ഗ്രൂപ്പ് ഡാൻസിന്റെ ഭാഗത്ത് സിംഗിൾ ഡാൻസ് പാടില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായമാണ് തന്റേതെന്നും കെ മുരളീധരനും പറഞ്ഞു. ആളുകൾ പലതും പറയും, ഇതിന് ചില നടപടിക്രമങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ അഭിപ്രായം പറയാമല്ലോ. പറയാൻ യോഗ്യത ജനങ്ങൾ നൽകിയവർക്ക് അഭിപ്രായം പറയാം. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. അതിന് പകരം ചില ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതി ശരിയല്ല. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ട സ്ഥാനത്ത് സിംഗിൾ ഡാൻസ് കളിക്കരുത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് കോൺഗ്രസിന് ഇപ്പോൾ 3 മുഖ്യമന്ത്രിമാരുണ്ടോ എന്നായിരുന്നു വി ശിവൻകുട്ടിയുടെ പരിഹാസം. കഴിഞ്ഞ തവണ മന്ത്രിമാരുടെ വകുപ്പ് വരെ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു എന്നും വണ്ടി നമ്പറിലായിരുന്നു തർക്കമെന്നും വി ശിവൻകുട്ടിയും പരിഹസിച്ചു. ഇപ്പം എത്ര 3 മുഖ്യമന്ത്രിമാരുണ്ടോ? 5 3 ഇനിയും കൂടും. കഴിഞ്ഞ പ്രാവശ്യം വകുപ്പെല്ലാം തിരിച്ചിരുന്നു. കാറിൻ്റെ കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. നമ്പർ അവിടെ അത് മാറ്റി വെച്ചിരുന്നു. കാറിൻ്റെ നമ്പർ നമ്പറും എല്ലാവർക്കും ഇഷ്ടമില്ല. കാരണം അവർക്ക് പിന്നെ ജോത്സ്യനെ ചെന്ന് കണ്ടിട്ടൊക്കെ കാറിൻ്റെ നമ്പർ നിശ്ചയിക്കാൻ പറ്റും. അങ്ങനെ ജോത്സ്യം പറഞ്ഞ നമ്പറും കൊണ്ട് വന്നപ്പോഴാണ് ഇവിടെ റിസൾട്ട് വേറെ തലതിരിച്ച് വന്നത്. കെ സി എന്ന നെടുന്തൂണിനെ ദേശീയ നേതൃത്വത്തിന് നഷ്ടമാവില്ലെന്നും അതിനാവശ്യമായ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും ജോൺ ബ്രിട്ടാസ് എം.പിയും പരിഹസിച്ചു. കോൺഗ്രസിൻ്റെ നെടുന്തൂണായ അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ തന്നെ തുടർന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം തുടർന്നുമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്ത്യ ചേരിയിലെ സഖ്യകക്ഷിയായ കോൺഗ്രസ്സിന് ഒരു പോറലുണ്ടാകാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങളും ഞങ്ങളും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുതന്നെയായിരിക്കും വോട്ടെടുപ്പിന് ശേഷവും വരാൻ പോകുന്നത്. അതുകൊണ്ട് ദേശീയ കോൺഗ്രസ്സിന് ഒരു കാരണവശാലും ഒരു നഷ്ടം സംഭവിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. എത്ര മുഖ്യമന്ത്രി ഉണ്ടെന്നാണ് ചോദിക്കുന്നത്? 1, 2, 3, 5. ഇത് ശ്യാമൽ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. അതായത് ഇപ്പോൾ മുരളീധരൻ പറഞ്ഞിട്ടില്ല, അതായത് ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്ന സമയത്ത് സിംഗിൾ ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നല്ല രസമുള്ള പ്രസ്താവനകളൊക്കെ വരുന്ന അടിപൊളിയായിട്ടൊരു കാലത്തേക്കാണ് UDF വിജയിക്കുകയാണെങ്കിൽ നമ്മൾ കടക്കുക. ഇപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് അങ്ങനെ ഇല്ല നാട്ടിൽ. ഞാനത് പലതവണയും നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നൊരു കാലമുണ്ട്. അതായത് കരുണാകരൻ ആൻ്റണിയും തമ്മിൽ വമ്പൻ തല്ല്, ഇതുപോലുള്ള ഭയങ്കര രസമുള്ള പ്രസ്താവനകൾ, ഭയങ്കര ഓരോ ദിവസവും പത്രം വായിക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ടായിരുന്ന കാലമുണ്ട്. ഇപ്പോൾ ശ്യാമലി ചെറിയ കുട്ടിയായിരിക്കും ആ സമയത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് ഇവിടെ മാത്രമല്ല ഇപ്പോൾ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം എന്നൊക്കെ പറഞ്ഞാൽ കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ പ്രശ്നമാണ്. അവരതിനെ വിഭാഗീയത എന്നാണ് പറയുക, ഇവരിതിനെ ഗ്രൂപ്പ് തർക്കം എന്നാണ് പറയുക. അന്നൊക്കെ ചെറിയ കുട്ടിയല്ലേ അല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ശരിക്കും അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത് വരാൻ പോകുന്നു എന്ന് വേണം നമ്മൾ ഇവർ UDFനാണ് വിജയമെങ്കിൽ വിചാരിക്കേണ്ടത്. ഇപ്പോൾ നമ്മളതിന് സീരിയസ് ആയിട്ട് അതിലേക്ക് പോയാൽ ഇപ്പോൾ 3 പേരാണ്, 5ഒന്നുമില്ല. ശിവൻകുട്ടി വെറുതെ കളിയാക്കിയതാണ്. 3 പേരാണുള്ളത്. കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, BD സതീശൻ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും അവകാശവും പിന്നെ അർഹതയുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന്. എന്തുകൊണ്ടാണ്? രമേശ് ചെന്നിത്തലയുടെ അർഹത, അദ്ദേഹം കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തവണ 2ാമതും പിണറായി വിജയൻ വരാൻ കാരണമായത് എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം പോയത്
പിന്നെ രമേശ് ചെന്നിത്തലയുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് ഈ കോവിഡ് കാലത്ത് ഒരു സർക്കാർ ചെയ്യേണ്ട നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവസരം കിട്ടിയതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് വന്നു എന്നാണ് എനിക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ അതാണ്. കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ അതായതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ആ നിലക്ക് അന്ന് മുഖ്യമന്ത്രി പദവി പോയത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഈ ഒരു പ്രത്യേക സാഹചര്യം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി ആകാനുള്ള അവകാശമുണ്ട് മറ്റാരെക്കാളും. എന്നാൽ അതേസമയം വി ഡി സതീശൻ അദ്ദേഹത്തിനാണെങ്കിൽ അദ്ദേഹമായിരുന്നു ഈ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ വല്ലാതെ ക്ഷീണിച്ചു പോയ ഈ പാർട്ടിയെ നല്ല ശക്തിയോട് കൂടിയിട്ട് മുന്നിൽ നിന്ന് നയിച്ച് എല്ലാ ദിവസവും ഒരു പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് മുന്നോട്ട് പോയിട്ട് ഈ തെരഞ്ഞെടുപ്പ് വരെ എത്തിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ച് വന്ന നല്ല നേതൃത്വം കൊടുത്ത ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് വി ഡി സതീശൻ. അദ്ദേഹത്തിന് നിശ്ചയമായിട്ടും വലിയ അർഹതയും അവകാശവും മുഖ്യമന്ത്രിയാകാനുണ്ട്. എന്നാൽ കെ സി വേണുഗോപാൽ മത്സരിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വലിയ അർഹതയും അവകാശമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആണ് ഈ 2ാം തവണയും ഭരിച്ച പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മറ്റു 2 പേരും മത്സരത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലങ്ങളിലേക്കൊക്കെ പോയപ്പോൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ മുഖ്യമായിട്ടും മുന്നിൽ നിന്ന് നയിച്ചയാൾ കെ സി വേണുഗോപാലാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് സംസ്ഥാനാന്തര ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ തോതിൽ സ്വാഭാവികമായിട്ടും ഫണ്ടും മറ്റ് രാഷ്ട്രീയ സംഗതികളെല്ലാം എത്തിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ വലിയ ടൈറ്റ് ഫൈറ്റാക്കി മാറ്റിയിട്ട് വിജയത്തിലേക്ക് എത്തിച്ച ഒരു പ്രധാനപ്പെട്ട ആളായിരിക്കും കെ സി വേണുഗോപാലിനും അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹതയുണ്ട്. ഇക്കാര്യത്തിൽ ഇന്നയാൾക്ക് കൂടുതൽ അർഹത, ഇന്നയാൾക്ക് കുറവ് അർഹത എന്ന് പറയാൻ ഞാൻ ആളല്ല. എന്തായാലും ഞാനതിനിപ്പോൾ മുതിരുന്നില്ല. എനിക്കിഷ്ടം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, അത് ഇന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് ഏതായാലും എല്ലാവർക്കും അവകാശപ്പെട്ട കാര്യമാണ്. പിന്നെ എന്ന് മാത്രമല്ല, ഒരു കാര്യം വരാവുന്നൊരു ചോദ്യം, മത്സരിച്ച 2 പേരുണ്ടായിരിക്കെ മത്സരിക്കാത്ത കെ സി വേണുഗോപാൽ എന്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്ന ചോദ്യം ഇന്നിപ്പോൾ അദ്ദേഹത്തെ കേന്ദ്രിതമായിട്ടാണ് ഈ വാർത്ത ഉണ്ടായത് എന്നതുകൊണ്ട് ആ ചോദ്യം പ്രാഥമികമായിട്ട് ഉയർന്നു വരും പ്രധാനമായിട്ട്. പക്ഷേ അതിലൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് അനുവദിച്ചാൽ എന്നൊരു ക്ലോസ് അവിടെയുണ്ട്. ഹൈക്കമാൻഡ് അനുവദിച്ചാൽ ഇരിക്കൂർന്ന് സജീവ് ജോസഫിനെ മാറ്റിയിട്ട് അദ്ദേഹം അവിടെ മത്സരിക്കുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു എന്നാണല്ലോ. അപ്പോൾ ഹൈക്കമാൻഡ് എന്തിന് ഇദ്ദേഹത്തെ അനുവദിക്കണം എന്ന് ചോദിച്ചാൽ ഹൈക്കമാൻഡിന് ഒരു കാരണമുണ്ടാകാം എന്ന് ഞാൻ വിചാരിച്ചു. എന്തുകൊണ്ടെന്നാൽ ദേശീയ രാഷ്ട്രീയത്തിനകത്ത് 2ാമനോ 3ാമനോ 4ാമനോ ആയിട്ട് നിൽക്കുന്ന എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ ചുമതലയുടെ ഇദ്ദേഹമായിരിക്കുന്ന പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന കെ സി വേണുഗോപാലിന് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന അധികാര പദവിയിൽ കൂടെ നിന്നുകൊണ്ട് ആ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം വരട്ടെ. അപ്പം നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അതിശക്തമായിട്ടുള്ള ഭരണത്തിനെതിരെ നിൽക്കാൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനം നമ്മുടെ ഒരു ദേശീയ നേതാവിന് കിട്ടട്ടെ എന്നൊരു തീരുമാനമെടുക്കാനൊക്കെ ഹൈക്കമാൻഡിന് അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴും കെ സി വേണുഗോപാൽ വന്നാൽ അദ്ദേഹത്തിന് അർഹത കുറവുണ്ട്. അദ്ദേഹം മത്സരിക്കാത്ത ഒരാളെ എന്തിന് കൊണ്ടുവരുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇവർ ഇങ്ങനൊരു ചർച്ച നടക്കുന്നതിലൊന്നും എന്തെങ്കിലും അത്ഭുതമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇത് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും കാര്യങ്ങൾ അങ്ങനെയാണ്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അതായത് ഇത് നമ്മൾ UDF ജയിക്കുകയാണെങ്കിൽ നമ്മൾ അതിമനോഹരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുക ചെയ്യുക. കാരണം അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും. ഇവർ തമ്മിൽ മുഖ്യമന്ത്രി ആകുന്നത് വരെ തർക്കമായിരിക്കും. ഒരാൾ അവസാനം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രിക്കെതിരെ മറ്റു 2 പേര് കിട്ടുന്ന ചാൻസിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കോൺഗ്രസ്സുകാർ വിചാരിക്കും സനീഷയെ നിങ്ങളുടെ ആഗ്രഹം മാത്രമാണിത്, ഇത് ഞങ്ങൾ ഒന്നിച്ചായിരിക്കും പോവുക, കണ്ടോ എന്നൊക്കെ പറയുന്ന ആളുകൾ താഴെ ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യും. പക്ഷേ എന്നാലും കോൺഗ്രസ്സിനെ അറിയാവുന്ന ഒരാളെന്ന നിലക്ക്, ഇത്രയും കാലം കേരളത്തിൽ ജീവിച്ച ഒരാളെന്ന നിലക്ക് എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു അത്തരം അന്തരീക്ഷത്തിലേക്കായിരിക്കും പോവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്ത് ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞാൽ നിർത്താം ശ്യാമിലി. അതായത് ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് ജയിക്കണം. ഇപ്പോഴും ജയം എന്നത് UDF ആയിട്ടില്ല, അത് റിസൾട്ടിന് ശേഷം മാത്രമേ വരികയുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ജയിച്ചില്ലെങ്കിൽ വലിയ പരിഹാസത്തിന് കാരണമാകും. അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് ഈ യന്ത്രം ഓഫ് ചെയ്ത് വെക്കുന്നതാണ് അവർക്കെല്ലാവർക്കും നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് തോറ്റാൽ ഇവർക്കിപ്പോൾ വലിയ ആത്മവിശ്വാസം ഉണ്ടായി വന്നിരിക്കുകയാണ്. അതായത് ഇലക്ഷൻ്റെ ദിവസം പെട്ടിയിലാകുന്നതുവരെയും ഇല്ലാതിരുന്ന ഒരു ആത്മവിശ്വാസം വല്ലാതെ ഉണ്ടായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇവരെ ഈ ആത്മവിശ്വാസത്തിലേക്ക് എത്തിച്ചത് ചില പ്രത്യേക മാധ്യമങ്ങളായിരുന്നു. ആ മാധ്യമങ്ങൾ ഇതാ നിങ്ങൾ ജയിക്കുന്നു, ഇതാ ഇവർ ബിരിയാണി ചെമ്പിൽ സ്വർണ്ണം കൊണ്ടുപോയി, ഇവർ മറ്റേ അവിടെ കൊണ്ടുപോയി മുന്തിരിയിൽ സ്വർണ്ണം കൊണ്ടുപോയി, ഖുറാനിൽ സ്വർണ്ണം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കുഴപ്പമാക്കിയിട്ട് ഇവരിതാ ജയിക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ പറയുന്ന തിരിഞ്ഞു വീണു. ഇത്തവണ ആ മാധ്യമങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞില്ല. ഒരല്പം അവർക്ക് കഴിഞ്ഞ തവണ അവർക്കും ഒരു ചളിപ്പുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഒരല്പം പിന്നോട്ട് വന്നു. പക്ഷേ ഇത്തവണ ഇവരെ ആ കുഴിയിലാക്കാൻ പോകുന്ന ആൾ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും. ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ പെട്ടിയിലായിരിക്കുന്ന വോട്ടൊക്കെ വെച്ചിട്ട് പോലും ഇതാ നിങ്ങൾ ജയിക്കാൻ പോകണം ഇങ്ങനെ പ്രചണ്ഡമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജയിക്കോ തോക്കോ നമുക്കറിയില്ല. പക്ഷേ ഇവരുടെ വല്ലാതെയുള്ള ആത്മവിശ്വാസത്തോടുള്ള തള്ളൽ കൊണ്ട് നേരെ പോയിട്ട് കുഴിയിലേക്ക് ചാടി വീഴരുത് എന്നൊരു അഭ്യർത്ഥന കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല, ചെറുപ്പക്കാരായിട്ടുള്ള ഈ അണികളെല്ലാം സോഷ്യൽ മീഡിയയിൽ എഴുതുകയാണ് ഓരോരുത്തരുടെ പക്ഷം പിടിച്ചിട്ട്. കുറച്ച് ദിവസം കൂടെ അത് അടക്കി വെക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം ട്രോളിൻ്റെ മെറ്റീരിയലായിരിക്കും, തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ. അങ്ങനെയും സംഭവിക്കാമല്ലോ, അല്ലേ?
അതെ, അങ്ങനെയും സംഭവിക്കാം. പക്ഷെ എന്തായാലും നിലവിൽ ഓല വെള്ളത്തിലിട്ടതേ ഉള്ളൂ. അത് കുതിരണം, അത് കഴിഞ്ഞിട്ട് അത് എടുക്കണം, അത് മെടയണം, എന്നിട്ട് വേണം മേൽക്കൂര വെക്കാൻ. അതാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. അതായത് മെയ് 4 ഇത് എണ്ണണം. പെട്ടിയിലായതേ ഉള്ളൂ നിലവിൽ വോട്ട്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ജനം വിധിച്ചത് എന്ന് അറിയണം. ആ ജനവിധി അറിഞ്ഞിട്ട് വേണമല്ലോ ഈ കാര്യങ്ങളിലേക്ക് കിടക്കാൻ. ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിലവിൽ കോൺഗ്രസിനകത്തെ ഈ മുതിർന്ന നേതാക്കൾ ഇവർ 2 തരം തിരഞ്ഞെടുപ്പുകളാണെന്ന് തോന്നുന്നു നിലവിൽ മനസ്സിൽ കണ്ടുകൊണ്ട് നയിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഈ ജനവിധി തേടുന്ന ഈ പൊതുമധ്യത്തിലുള്ള തിരഞ്ഞെടുപ്പ്, മറ്റൊന്ന് പാർട്ടിക്കുള്ളിലെ ഈ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് എങ്ങനെ വരും എന്നുള്ളത്, അത് അനുകൂലമാക്കാനുള്ള വലിയ ശ്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പട്ടിക നമ്മൾ ആദ്യം ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ 95 പേരുടെ ഒരു പട്ടികയിൽ 30ഓളം പേര് കെ സി പക്ഷത്ത്, 17ഓളം പേര് രമേശ് ചെന്നിത്തല പക്ഷത്ത്, 9 പേര് വി ഡി സതീശൻ. ഇതൊക്കെ ഒരു അനൗദ്യോഗിക കണക്കായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു. ഈ പട്ടികയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആ പട്ടിക വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ഇവരെ മുന്നോട്ട് കൊണ്ടുപോയി. അതിനായിരുന്നു മുഴുവൻ സമ്മർദ്ദവും, മാരത്തൺ ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് 2 തരം തിരഞ്ഞെടുപ്പുകൾ ആയിരുന്നു മനസ്സിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് മാത്രവുമല്ല, ഈ 10 വർഷത്തെ ഭരണദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി, അതിനേക്കാൾ വലിയ ഒരു അവസ്ഥ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു നേതാക്കൾ എന്ന നിലയ്ക്ക് അതിനെയാണല്ലോ നമ്മൾ പ്രഥമ പരിഗണന നൽകേണ്ടത്. പക്ഷേ ഇവർക്ക് ഭരണം ഇല്ലായ്മ, വ്യക്തിപരമായിട്ടുള്ള ഭരണമില്ലായ്മയാണ് കൂടുതൽ വിഷമത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ ഈ പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഈ പൊതുവിൽ ജനവിധി തേടുന്നത് മാത്രമല്ല, ഈ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള വഴിവെട്ടാനുള്ള ആളുകൾ കൂടിയായിട്ടാണ് നിലവിൽ ഇവരെ പരിഗണിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ഇനി അതുപോട്ടെ, ഇനി ഈ എല്ലാ പോസ്റ്റിൻ്റെ അടിയിലും നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റുകൾ വി ഡി സതീശന് അനുകൂലം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വിശദീകരിച്ച് അതൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അണികൾക്കിടയിൽ ഒരു മെറിറ്റ് വി ഡി സതീശന് നൽകുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അവരെ സംബന്ധിച്ച് വി ഡി സതീശൻ ഒരു ഫൈറ്ററാണ്. അദ്ദേഹമാണ് ഇവിടെ 100 സീറ്റ് എന്നുള്ള ഒരു വലിയ ടാർഗറ്റ് വെച്ചിട്ട് ഇവിടെയുള്ള ഭരണപക്ഷത്തെ വെല്ലുവിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി നേർക്കുനേർ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തെ സംവാദത്തിന് വിളിക്കുന്നു, മറ്റു കാര്യങ്ങൾ വെല്ലുവിളിക്കുന്നു. മാത്രവുമല്ല, രാഷ്ട്രീയമായിട്ടുള്ള പ്രചാരണങ്ങൾക്കൊക്കെ വലിയ മാനം നൽകുന്ന, ഒരു സമൂഹത്തിന് മുന്നിൽ, വോട്ട് സമൂഹത്തിന് മുന്നിൽ വലിയ ചിന്തകൾക്കും അവരുടെ മനസ്സിനെ തന്നെ സ്വാധീനിക്കാനും വോട്ടിനെ തന്നെ സ്വാധീനിക്കാനും പോകുന്ന തലത്തിലുള്ള പ്രചാരണ കുന്തമുനകൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിന് വികസനം പറയാൻ വന്നവർ രാഷ്ട്രീയമായി തന്നെ വികസനം മാറ്റിവെച്ചിട്ട് ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങൾ ചരിത്രപരമായി തന്നെ മറുപടി പറയേണ്ട രീതിയിൽ മുഖ്യമന്ത്രി നിരന്തരം വന്ന് പത്രസമ്മേളനത്തിലിരിക്കുന്നു. അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകർ ചൂടാവേണ്ടി വരുന്നു. ചില ഘട്ടങ്ങളിൽ മറുപടിയില്ലാതെ എഴുന്നേറ്റ് പോകേണ്ടി വരുന്നു. ആര് കാരണം? വി ഡി സതീശൻ കാരണം. ഈ വി ഡി സതീശൻ അദ്ദേഹമാണ് പറയുന്നത് 100-ലധികം സീറ്റ് നേടിയില്ലെങ്കിൽ പിന്നീട് അതൊന്ന് തിരുത്തുകയൊക്കെ ചെയ്തു, എന്നാലും ഞാൻ വനവാസത്തിന് പോകും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം ഒരു ഫൈറ്ററായി എല്ലാവരെയും മുന്നിൽ അവതരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അണികൾക്കും ആ ഊർജ്ജമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചാട്ടുളി പോലെയുള്ള ചില മറുപടികൾ, ഉരുളക്കുപ്പേരി പോലുള്ള ചില പ്രസ്താവനകളിലൊക്കെ അണികളിവിടെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. ഇനി അതുമാത്രവുമല്ല, ഇവിടെ നടന്ന ബൈ ഇലക്ഷനുകൾ, ഇവിടെ നടന്ന ലോക്സഭ, ഇവിടുത്തെ തദ്ദേശം, ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കുമ്പോൾ വലിയ വിജയശ്രീ ലാളിതനായി അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയും അത് നയിക്കുകയും ചെയ്തിരിക്കുന്നത് വി ഡി സതീശനാണ്. നിലവിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ കെ സി എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് സനീഷേട്ടൻ നേരത്തെ പറയുകയും ചെയ്തു. പക്ഷേ ഈ മറ്റ് കഴിഞ്ഞുപോയ സമയങ്ങളിലൊക്കെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് ഇവിടെയുള്ള അണികൾക്ക് മുമ്പിൽ വി ഡി സതീശനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെറിറ്റ് അദ്ദേഹത്തിനുണ്ട് അണികളുടെ ഈ വികാരം പരിശോധിക്കുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ പച്ചക്കൊടി കിട്ടിയാൽ ഉള്ള നീക്കത്തെ പറ്റിയാണല്ലോ പറയുന്നത്. ഹൈക്കമാൻഡിൻ്റെ അടുത്തുനിന്ന് ചിലപ്പോൾ അങ്ങനത്തെ പച്ചക്കൊടിയൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ ഒരു കാരണം താങ്കൾ പറഞ്ഞു, അത് ഒരു അധികാരമുള്ള ഒരു മുഖ്യമന്ത്രി ദേശീയ നേതാവായി വരുന്നതിലൊരു കാര്യം. പക്ഷെ മറ്റൊന്നും റീസെൻറ്റ് പൊളിറ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, തിരഞ്ഞെടുപ്പ് നയിച്ചവർ തന്നെ അവിടെ മുഖ്യമന്ത്രി ആകണമെന്നൊന്നും ഹൈക്കമാൻഡിന് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഈ അണികളുടെ വികാരമൊന്നും നോക്കിയിട്ടൊന്നല്ല ആ കാര്യത്തിൽ അവർ തീരുമാനമെടുക്കുന്നത് പറഞ്ഞു. ഇപ്പോൾ രാജസ്ഥാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സച്ചിൻ പൈലറ്റ് ആയിരുന്നല്ലോ വലിയ ആവേശം. പക്ഷേ എന്ത് സംഭവിച്ചു? അവിടെ അവസാനം അശോക് ഗെഹ്ലോട്ടാണല്ലോ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, പഞ്ചാബ് ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലും കൂടി ചേർന്നാണെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അത് കറക്റ്റാണ്. പിന്നെ പഞ്ചാബിൽ അമരീന്ദർ സിംഗ് ആയിരുന്നു വലിയ ആവേശം ആ സമയത്ത് തെരഞ്ഞെടുപ്പ് നയിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് ചന്നി അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നു. ഉത്തരാഖണ്ഡിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നു. നേരത്തെ അതുമാത്രമല്ല, ആന്ധ്രാപ്രദേശിൽ YS രാജശേഖർ റെഡ്ഡി അന്തരിച്ച ശേഷം റോസയ്യ എന്ന നേതാവിനെയാണ് അവിടെ കൊണ്ടുവന്നത്. അതിനുശേഷമുള്ള വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത്തരം ചില വിചിത്രമെന്ന് അണികൾക്ക് തോന്നാവുന്ന ചില തീരുമാനങ്ങളൊക്കെ ഹൈക്കമാൻഡ് മുന്നേ എടുത്തിട്ടുണ്ട്. ഇനി കോൺഗ്രസിന് തന്നെ വലിയൊരു പാരമ്പര്യമുണ്ട്. കോൺഗ്രസ് മാത്രമല്ല, മറ്റു പാർട്ടികളിലുള്ളവരും അതുപോലെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പക്ഷേ 2 തവണ AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്നത് മത്സരിക്കാതെയാണ്, നിയമസഭയിലേക്ക് മത്സരിക്കാതെയാണ്. അത് ഉള്ളതാണല്ലോ. ഒന്ന് രാജൻ കേസിന് ശേഷം K കരുണാകരൻ രാജിവെച്ചത് ഉടൻ മറ്റ് പല ആളുകളും
സ്വയം മുഖ്യമന്ത്രിയായി പരിചയപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് വരികയും അതിനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനാണ് നറുക്ക് വീണിരിക്കുന്നത്. അന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നില്ല. അതിനുശേഷം രാജൻ കേസിന് ശേഷമാണ് വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നത്. കരുണാകരൻ രാജിവെക്കുന്നു, വീണ്ടും അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വരുന്നു, ഇവിടെ വരുന്നു, മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അത്തരം പാരമ്പര്യവും കോൺഗ്രസ്സിന് ഉണ്ട്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചും ചിലപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തേക്കാം. അപ്പോൾ കേസ് വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റുകയില്ല. പക്ഷേ ഇവിടെ ഇന്ന് ഞാനൊരു വാക്ക് കേട്ടതാണ്, സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ എനിക്കത് ഭയങ്കര കൗതുകമുള്ളതായിട്ട് തോന്നി. അപ്പോൾ ഈ പറയുന്ന പോലെ നിലവിൽ അവിടെ ഉള്ളവർക്ക് തന്നെ നമ്മുടെ ചിഹ്നം RCVD KC എന്ന് പറയുന്നത് പോലെ 3 അക്ഷരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിലെ ആർക്ക് ഇവർ പിന്തുണ നൽകണം എന്ന് പറയുന്ന പോലെ. പക്ഷേ ഈ പറയുന്ന കെ മുരളീധരൻ പറഞ്ഞതുപോലെയാണ്, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, ഒന്ന് എണ്ണിക്കോട്ടെ, വോട്ട് എണ്ണിക്കോട്ടെ. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ട സമയത്ത് സിംഗിൾ ഡാൻസ് കളിക്കരുത്. ഓരോരുത്തർ ഡാൻസ് കളിക്കരുത്, റിഥമിക്കായിട്ട് കളിക്കണം എല്ലാവരും ചേർന്നിട്ട്. പോളിംഗ് മെഷീൻ തുറന്ന് വോട്ട് എണ്ണുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോര് പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. ഇത്രയും നാളും രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ച കെ സുധാകരനാണ് വളരെ പെട്ടെന്ന് മലക്കം മറിഞ്ഞ് KC വേണുഗോപാലിനെ പിന്തുണച്ചത്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കെ സുധാകരന്റെ നീക്കങ്ങളെന്ന് വ്യക്തം. KC വേണുഗോപാൽ നയിക്കണമെന്ന് തുറന്നു പറച്ചിലിന് പിന്നിൽ VD സതീശനെ ഒതുക്കാൻ വേണ്ടിയെന്ന് കരുതുന്നവരും നിരവധിയാണ്. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ KC വേണുഗോപാലിനെ പിന്തുണച്ച് നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയതും അത്ര നിഷ്കളങ്കമായൊന്നും നമുക്ക് കരുതാനാകില്ല. പക്ഷേ ഈ പോസ്റ്റുകളിലുടനീളം VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള മുറവിളികളും നിലവിൽ ശക്തമായി തുടരുകയാണ്. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വോട്ടെണ്ണുമ്പോൾ എന്താകും സ്ഥിതി, ആദ്യം ജയിക്കണമല്ലോ എന്ന കാര്യവും വളരെ പ്രസക്തമായി തന്നെയുണ്ട്. കണ്ടറിയാം വോട്ടെണ്ണൽ ദിവസം എന്താകുമെന്നുള്ളത്. RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.